6 മക്കളുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ആരുമില്ല. വാതിലടച്ച് വെളിയിൽ ഇറങ്ങി വന്നിട്ട് ഗേറ്റും അടച്ച് ആ ഓട്ടോയിൽ നിന്നിട്ട് എന്റെ അമ്മ നോക്കിയിട്ട് കരയുന്നുണ്ടപ്പോ എനിക്ക് സങ്കടമാ. 6 മക്കളുള്ള ഒരു അമ്മയുടെ അവസ്ഥയാണ്. നോക്കാൻ ഇപ്പൊ ആരുമില്ല. നമ്മുടെ നാട്ടിലാണ് ഈ ഒരു ഗതികേടെന്ന് ഓർക്കണം. പൊന്നുപോലെ വളർത്തി വലുതാക്കി ഓഹരിയൊക്കെ കൊടുത്ത് സ്വത്തൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മയെ വലിച്ചെറിഞ്ഞത്. എന്താ പറഞ്ഞു മോൻ? മോൻ പറഞ്ഞു അവിടെയൊക്കെ തന്നെ താമസിക്കാതെ വേറെ താമസമൊക്കെ. ചന്ദ്രൻപിള്ള എന്ന് പറഞ്ഞ മോൻ പറഞ്ഞത് തോർത്ത് വിരിച്ച് റോഡിലിരുത്താൻ. അമ്മ പെറ്റമ്മ. ഇവരൊക്കെ സമൂഹത്തിന് തന്നെ അപമാനമല്ലേ ഇത്ര മക്കള്? നല്ലപോലെ നോക്കുന്ന മക്കൾക്കും കൂടി അപമാനമാണ്. ഈ ലോകത്തിൽ ഒരു അമ്മമാർക്കും ഇതുപോലുള്ള ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. 6 മക്കളുള്ള ഒരു അമ്മയാണ് കേട്ടോ. നോക്കാൻ ആരുമില്ല. അവസാനം കറങ്ങി തിരിഞ്ഞ് ഒരു മോളുടെ മാത്രം ചുമലിലേറ്റിയിട്ട് ഈ ബാക്കി 5 മക്കളും കടന്നു കളഞ്ഞ് 4 ആൺമക്കൾ മാത്രമുണ്ട്. ഈ ആൺമക്കള് തിരിഞ്ഞു പോലും നോക്കത്തില്ല ഈ പെറ്റമ്മയെ. നോക്കണം, നമ്മുടെ നാട്ടിലാണ് ഈ ഒരു സംഭവം. ചേച്ചിയുടെ പേര് മായ എന്നാണ്. ചേച്ചിക്ക് ജോലിയൊന്നുമില്ല. ചേച്ചിയാണ് കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ അമ്മയെ പൊന്നുപോലെ നോക്കുന്നത്. ജോലി ഇല്ലാത്തതിന്റെ പേരിൽ വലിയ ബുദ്ധിമുട്ടാണ്. അവൻ ബാക്കിയുള്ള മക്കളോട് പറഞ്ഞു നിങ്ങളും കൂടി ഒന്ന് നോക്കുമെന്ന്. എല്ലാരും സമ്മതിച്ചിട്ട് പോയിട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അല്ലേ? ചേച്ചി മകന്റെ വീട്ടിലാ കൊണ്ടുപോയ അമ്മയെ? മകന്റെ വീട്ടിൽ ഇന്ന് രാവിലെ കൊണ്ടുപോയത്. ഗേറ്റും അടച്ച് വീടും പൊട്ടി മകൻ അന്നേരം ഇറങ്ങി അങ്ങ് പോയി. അമ്മയൊന്നും നോക്കിയത് പോലും ഇല്ല. അമ്മയ്ക്ക് അന്നേരം തൊട്ട് ഇങ്ങനെ വിഷമമായിട്ടിരിക്കുക. ഈ അമ്മയെ കൊണ്ട് ചേച്ചി പുനലൂരുള്ള മറ്റൊരു മകന്റെ വീട്ടിൽ പോയി. ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ മറ്റൊരു മകന്റെ വീട്ടിൽ പോയി. ചെന്നപ്പോ കാണാം ഗേറ്റ് അടച്ച്. ഇവരെ കണ്ട് ഈ അമ്മയെ കണ്ട ഉടനെ ഗേറ്റ് പൂട്ടി പുള്ളി സ്ഥലം വിട്ട്. കാരണം പെറ്റമ്മയെ നോക്കാൻ വയ്യ. എന്ത് ചെയ്യാനാണ്? ഇവര്